മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ബി.ജെ.പി. എം.എൽ.എ. ബി ഗോപകുമാർ കഴിഞ്ഞ ദിവസം സഭയിൽ പ്രസംഗിച്ചത് കേട്ട് കുരു പൊട്ടിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ നട്ടാൽ മുളയ്ക്കാത്ത കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ട് സന്ദീപ് വാര്യർ അതിന് എതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം ഇവിടെ കൊടുക്കാം. എന്ത് കേട്ടിട്ടാണ് സന്ദീപിന് കുരു പൊട്ടിയത് എന്നതിന്റെ ആ ഒരു ഭാഗം ബി ഗോപകുമാർ പ്രസംഗിച്ചതും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. ആദ്യം സന്ദീപ് വാര്യരുടെ നട്ടാൽ മുളയ്ക്കാത്ത പച്ചക്കള്ളം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ എവിടെയായിരുന്നു? കോൺഗ്രസിന് നേട്ടമുണ്ടാകും എന്ന് വിലയിരുത്തി സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ വായ തുറക്കാൻ പോലും ബി.ജെ.പി. തയ്യാറായില്ല. നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ കയ്യിലുള്ളത് 2019 ബി.ജെ.പിയുടെ പ്രകടന പത്രികയാണ്, സങ്കല്പ് പത്ര. അവിടെ ഇരിക്കുന്ന ബി.ജെ.പി. അംഗങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യമാണ്. അതിൽ ശബരിമലയെ കുറിച്ച് പറയുന്നുണ്ട്. We will endeavor to secure constitutional protection on issues related to faith and belief എന്ന് ശബരിമലയെ കുറിച്ച് 36-ാം പേജിൽ പറയുന്നു. 2019 പത്തനംതിട്ടയിൽ വന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഗുജറാത്തിയിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു പോയതല്ലാതെ ഞാൻ ചോദിക്കട്ടെ, എന്തേ നിങ്ങൾ ഭരണഘടനയിൽ പരിഷ്കാരം കൊണ്ടുവന്ന് ശബരിമലയെ സംരക്ഷിക്കാൻ ശ്രമിച്ചില്ല? എന്നോട് അതിന്റെ ന്യായീകരണം പറയണ്ട. നിങ്ങൾ ബഹുമാനായിട്ടുള്ള NSS ജനറൽ സെക്രട്ടറി ഒന്ന് ബോധ്യപ്പെടുത്താൻ മതി. അദ്ദേഹം പറയുന്നുണ്ടോ, NSS പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കൊടുത്ത വാഗ്ദാനം പാലിച്ചില്ല. ശബരിമല എന്നുള്ളത് ബി.ജെ.പിയുടെ പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ്. ശബരിമല എന്നത് ബി.ജെ.പിയുടെ എക്കാലത്തെയും വലിയ പൊളിറ്റിക്കൽ ടൂൾ മാത്രമാണ്. നിങ്ങൾക്ക് അയ്യപ്പനിലോ ശബരിമലയിലോ ഒരു വിശ്വാസമില്ല. നിങ്ങൾ കേട്ടില്ലേ? ബി.ജെ.പിയുടെ പൊളിറ്റിക്കൽ ടൂളാണ് ശബരിമല എന്നാണ് ഒരു ഉളുപ്പുമില്ലാതെ നട്ടാൽ മുളയ്ക്കാത്ത പച്ചക്കള്ളം ഈ സന്ദീപ് വാര്യർ വിളിച്ചു പറയുന്നത്. യഥാർത്ഥത്തിൽ ശബരിമല ആരുടെ പൊളിറ്റിക്കൽ ടൂളായിരുന്നു? സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പാടിയത് ആരാണ്? കേരളക്കരെ ഒന്നാകെ ശബരിമലയെ പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. കേരളം ഭരിക്കുന്നത് ആരാണ് സന്ദീപ്? UDF അല്ലേ? കേരളത്തിൽ ഈ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് സന്ദീപ്? UDF അല്ലേ? ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് മന്ത്രിയില്ല സന്ദീപ്. അതാരാണ്? ബി.ജെ.പി. ആണോ? കേരളം ഭരിക്കുന്ന UDF അല്ലേ? ആ UDF അല്ലേ കൊള്ളക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറയേണ്ടത്? ഇനി ഒരു ഭരണഘടന അതിലൊരു മാറ്റം വരുത്തണമെങ്കിലൊക്കെ എത്രത്തോളം MP-മാരുടെ എണ്ണമാണ് സന്ദീപ്? ഇതൊക്കെ അറിയുന്ന ഈ അടുത്ത് പോലും സംവരണവുമായി ബന്ധപ്പെട്ട് വനിതാ സംവരണം കൊണ്ടുവരുന്ന സമയത്ത് പോലും അതിൻ്റെതായ അംഗങ്ങൾ ബി.ജെ.പിക്ക് ഇല്ലാഞ്ഞിട്ടല്ലേ ഈ പറയുന്ന ഈ സംവരണം പോലും രാജ്യത്ത്, വനിതകളുടെ സംവരണം പോലും രാജ്യത്ത് കൊണ്ടുവരാതിരുന്നത്? എന്നിട്ട് പൊളിറ്റിക്കൽ ടൂള് മാത്രമാണ് ശബരിമല ബി.ജെ.പിക്ക് എന്നൊക്കെ പറയാൻ ഈ സന്ദീപിന് ഉളുപ്പില്ലേ? യഥാർത്ഥത്തിൽ ശബരിമലയെ പൊളിറ്റിക്കൽ ടൂളാക്കിയത് UDF ആണ് എന്ന് പച്ചക്ക് ബി ഗോപകുമാർ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടോക്കൂ. ഇത് കേട്ടിട്ടാ സന്ദീപിന് കുരുപൊട്ടി രംഗത്തെത്തിയത്. ബി ഗോപകുമാർ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് കേട്ടോക്കൂ. കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇപ്പോൾ ഭരണകക്ഷിയായിട്ടിരിക്കുന്നവർ ഈ നിയമസഭയ്ക്കകത്ത് ലോകസഭയ്ക്ക് മുന്നിലും വിളിച്ച ഒരു മുദ്രാവാക്യം, ഒരു പാട്ടുണ്ട്. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. വളരെ വ്യാപകമായി ഈ ഇരിക്കുന്ന നിയമസഭാ സാമാജികർ അടക്കം പാടിയിട്ടുള്ളതാണ്. പക്ഷേ ഒരു നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ എന്താണോ പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവർ ഉന്നയിക്കപ്പെട്ടത്, അത് ഭരണകക്ഷിയായി മാറിയപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു നിലപാടും, കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ള, കേരളത്തിലെ ഭക്തജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ആ സംഭവത്തെ സംബന്ധിച്ച് ഒരു വാചകം ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇല്ല എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. കാലാകാലങ്ങളായി രണ്ടുപേരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തും, പക്ഷേ തെളിയിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്വം ഇവിടെയും കാണിക്കുന്നില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? നയപ്രഖ്യാപന പ്രസംഗത്തിൽ ശബരിമലയെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ആ കൊള്ളക്കെതിരെ ഒരു രീതിയിലും ഒരടി മുന്നോട്ട് വെച്ചിട്ടില്ല. ഭരണഘടനാപരമായിട്ടൊരു തേങ്ങയും ഈ പറയുന്ന UDF ചെയ്യുന്നില്ല. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മാത്രമായിട്ട് ശബരിമല കൊള്ളയെയും ഒതുക്കുകയാണ്. ഇവരൊരു ടൈപ്പാണ്, ഇവർ കൂട്ടുകച്ചവടമാണ് എന്ന് പച്ചക്ക സഭയിൽ ബി ഗോപകുമാർ പറഞ്ഞു. സ്വർണം കട്ടതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളൊരു പാട്ട്
എത്രത്തോളം വലിയ രീതിയിൽ ഈ പറയുന്ന UDF കേരളത്തിൽ ഉടനീളം പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ UDFന്റെ ജനപ്രതിനിധിയായിട്ടുള്ള സന്ദീപ് വാര്യർ എത്ര ഉളുപ്പില്ലായ്മയാണ് സഭയിൽ നിന്ന്. പൊളിറ്റിക്കൽ ടൂള് മാത്രമാണ് BJPക്ക് എന്ന് പറയാ. എത്ര ഉളുപ്പില്ലായ്മയാണ്. യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ടൂളായിട്ട് ശബരിമലയെ ഉപയോഗിച്ചിട്ടുള്ളത് അത് UDF ആണ്. UDFന്റെ ഓരോ MLAയും, അതിൽ മുസ്ലിം ലീഗ് MLAമാർ പോലും മറ്റല്ല, എല്ലാവരും ഇതിനെ പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിച്ചു. ഇപ്പൊ മുസ്ലിം ലീഗിനും അത് വേണ്ട, കോൺഗ്രസിന് അത് വേണ്ട, സന്ദീപിന് അത് വേണ്ട. സന്ദീപിന് ഇപ്പോ BJP അത് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ പ്രത്യേകിച്ച് ഭക്തജനങ്ങള് പുച്ഛിച്ച് തള്ളില്ലേ ഈ സന്ദീപിന്റെ ഒക്കെ നിറകേടിനെതിരെ. സകല മലയാളികളും തിരിച്ചറിയ UDF പ്രധാനമായിട്ടും ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ പൊളിറ്റിക്കൽ ടൂള് മാത്രമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും ഓരോ സ്ഥലത്തും കൊള്ളക്കെതിരെ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരെ ഒരു അന്വേഷണം ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് സകലരും തിരിച്ചറിയാം. പിന്നെ സഭയില് ഈ പറയുന്ന സന്ദീപിന്റെ മറ്റൊരു വലിയ മൊണ്ണത്തരുണ്ട്. വലിയ മതേതരത്വം പൊയിങ്ങിയിട്ട് വിളിച്ചു പറയാ, ഞാൻ പരാജയപ്പെടുത്തിയത് ഒരു മുസ്ലിമിനെയാണ്, ഞാൻ ജയിച്ചില്ലേ, അതല്ലേ മതേതരത്വം എന്നൊക്കെ. അത് ഈ നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന UDFന്റെ ഈ പറയുന്ന ലീഗിന്റെയൊക്കെ ആ വർഗീയതയുടെ അപകടമാണ് അവിടെ കൂടുന്നത്. സന്ദീപിനെ എങ്ങനെയാണ് ജയിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതാണ്. അതിലൊരു മതേതരത്വമില്ല. അവിടെയും വളരെ വ്യക്തമാണ്. പിണറായി വിജയൻ നിരന്തരം കേരളത്തിൽ വിളിച്ചു പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി കറകളഞ്ഞ വർഗീയവാദികളാണ് എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞു. VD സതീശൻ നിരന്തരം വിളിച്ചു പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി മതേതരക്കാരാണ്, അവർ വർഗീയവാദികളല്ല, അവർ മതേതരവാദികളാണ് എന്ന് VD സതീശൻ നിരന്തരം വിളിച്ചു പറഞ്ഞു. അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമിയെയും ഇത്തരം സകല വർഗീയ പാർട്ടികളെയും കൂട്ടുപിടിച്ച് ആ കൂട്ടുപിടിക്കുന്നവർക്കൊപ്പം നിൽക്കുന്നത് ആരോ, അവർ ഏതു മതമാണ് എന്ന് നോക്കിയല്ല, ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ, ഇവിടെയുള്ള സകല ഇത്തരം വാദികളെയും വെളുപ്പിക്കാൻ ഇവിടെ UDF ഉണ്ട്, സതീശനും കൂട്ടരും ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാ സന്ദീപിനെ വിജയിപ്പിക്കുന്നത്. അവിടെ മുസ്ലിമായിട്ടുള്ള CPMന്റെ സ്ഥാനാർത്ഥി പൊട്ടാൻ ഒരൊറ്റ കാര്യമാണ്. കഴിഞ്ഞ തവണ നിരന്തരം പിണറായി വിജയനൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സകലരെയും കൂട്ടുപിടിച്ച് തന്നെയായിരുന്നു ജയിച്ചത്. ഇത്തവണ ജമാഅത്തെ ഇസ്ലാമി കറകളഞ്ഞ വർഗീയവാദികളാണ് എന്ന് നിരന്തരം CPM പിണറായി വിജയൻ ഉൾപ്പെടെ നിലപാടെടുത്തപ്പോ അവിടെയുള്ള MLA, അവിടെയുള്ള സ്ഥാനാർത്ഥി അങ്ങ് പരാജയപ്പെടുത്തി. അതിൽ അവിടെയുള്ളത് മുസ്ലിം, ഇവിടെ ഹിന്ദു എന്നൊക്കെ പറയാൻ നാണമില്ല സന്ദീപിനൊന്നും. സന്ദീപ് വിജയിച്ചതോ VS ജോയ് വിജയിച്ചതൊന്നും വലിയ മതേതരത്വമാണ് എന്നൊക്കെ പറയുന്നവരെ പോലും ലോഡ് പുച്ഛമാ തോന്നുന്നത്. വർഗീയവാദികളല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ് കൂട്ടുപിടിച്ചാണ് UDF ഈ തിരഞ്ഞെടുപ്പിനെ നേതൃത്വം കൊടുത്തത്. മതേതരവാദികളാണ് പോലും ജമാഅത്തെ ഇസ്ലാമി, SCPI മതേതരവാദികളാണ് പോലും. കാസർകോട്ടെ UDF സ്ഥാനാർത്ഥി അവർ മതേതരവാദികളാണ്. ആര്? SCPI. മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, SCPI ഇതിനൊക്കെ കൂട്ടിപ്പിടിച്ചവരുടെ സ്ഥാനാർത്ഥി ആരോ അവരെ ഇവിടെയുള്ള വർഗീയ നിലപാടുള്ള ആളുകൾ ജയിപ്പിക്കാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് സന്ദീപും VS ജോയൊക്കെ ജയിച്ചു. അതൊക്കെ മലയാളികൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞത്. ഇനിയും ആ മൊണ്ണത്തരമൊക്കെ സന്ദീപൊക്കെ നിർത്തുന്നതാണ് സന്ദീപിനൊക്കെ തന്നെ നല്ലത്.